കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ അബിയുടെ ജാനകിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഹോസ്പിറ്റലിന്റെ മുന്നില് അജയ് ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ. ഈ സമയത്താണ് നേഴ്സ് വന്നിട്ട് പറഞ്ഞത്, അതെ ആ കുട്ടിക്ക് ബോധം വീണിട്ടുണ്ട് കേട്ടോ, അജയിനെ അന്വേഷിക്കുന്നുണ്ടെന്ന് പറയണം. ഇത് കേട്ടതും അജയ് പെട്ടെന്ന് അകത്തേക്ക് കയറി പോവാണ്. ഇത് ഉണ്ണിത്താൻ അങ്ങോട്ട് സഹിച്ചില്ല. ഉണ്ണിത്താൻ ജയയോട് പറഞ്ഞു, അതെന്ത് പരിപാടിയാ അവള് കാണിച്ചത്, ഇതെന്താ അവൻ അകത്തേക്ക് കയറിപ്പോയത്, അച്ഛനും അമ്മയും നമ്മളല്ലേ ആദ്യം പോയി കാണേണ്ടി വെക്കാം. ഇതേ ഒന്നും മിണ്ടാതിരിക്കണ്ടേ രാജേട്ടാ, ഇതേ അവനെ കാണാന്നല്ലേ അവള് പറഞ്ഞേ, അങ്ങനെയാണ് അവൻ പോയി കാണട്ടെ, അതാണോ എന്റെ മര്യാദ, നമ്മളല്ലേ കാണണ്ടേ, അത് അവനേക്കാളും പ്രധാനപ്പെട്ട നമ്മളല്ലേന്ന് ചോദിക്കാം. അല്ല നമ്മളിവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അവർക്ക് അറിയത്തില്ലോ, അവൾക്ക് അറിയത്തില്ലാത്തതുകൊണ്ടായിരിക്കും അജയ് അല്ലേ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നേ, അതുകൊണ്ടായിരിക്കും എന്ന് പറയാം. പക്ഷെ ഉണ്ണിത്താൻ അങ്ങോട്ട് സഹിച്ചില്ല. ഉണ്ണിത്താൻ ആകെപ്പാടെ വിളറി പിടിച്ച് നിൽക്കുകയാണ്. ഈ സമയം അജയ് അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ നിരഞ്ജന പതുക്കെ കണ്ണുറന്ന് അജയനെ നോക്കുകയാണ്. അജയുടെ കയ്യിലേക്ക് പതുക്കെ പിടിച്ചു. ഞാൻ കാരണം ഭയങ്കര ബുദ്ധിമുട്ടായില്ലേ, ഞാൻ മരിക്കാൻ തീരുമാനിച്ച എന്തിനാ അജയ് എന്നെ വീണ്ടും ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നേ, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയാം. പെട്ടെന്ന് അജയ് പറഞ്ഞു, നീ ഇങ്ങനെയൊന്നും പറയല്ലെന്ന് പറയാ. എന്റെ അജയ്, ഞാൻ പറഞ്ഞല്ലോ ജീവിക്കുന്നെങ്കിൽ നിന്നോടൊപ്പം, ഇല്ലെങ്കിൽ മരിക്കുന്നെങ്കിൽ ഞാൻ തന്നെ അങ്ങ് പോയിക്കോളാം, എനിക്ക് ആരുടെയും കൂട്ടു വേണ്ടെന്ന് പറയാം. മോളെ നീ ഇങ്ങനെ സംസാരിക്കില്ല, അതെ ഇപ്പൊ തന്നെ നീ നല്ല ടയേർഡാ, നീ റെസ്റ്റ് എടുക്കാൻ പറയണം. വേണ്ട അജയ് എന്റെ അടുത്ത് ഇരുന്നാ മതി എന്ന് പറയാം. പെട്ടെന്ന് അജയ്, നിനക്കറിയാലോ എന്റെ അവസ്ഥ, എന്റെ വീട്ടുകാര് ഇപ്പൊ ഏത് വിധമാണെന്ന് അറിയത്തില്ല, അവരുടെ അവസ്ഥയെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, അതുകൊണ്ട് എനിക്ക് അങ്ങോട്ട് എത്തിയേ തീരുവോളെന്ന് പറയാം. അപ്പൊ എന്താ അജയ് വീണ്ടും പോയി അവളുടെ കഴുതി താലി ഉയർത്താൻ പോവാണെന്ന് ചോദിക്കും. ഇത് കേട്ടത് അജയ് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ എന്റെ അവസ്ഥയെ കുറിച്ച് ഞാൻ നിന്നോട് പറഞ്ഞു കേൾപ്പിച്ചല്ലോ, അതുകൊണ്ട് നീ റെസ്റ്റ് എടുക്കാനും പറഞ്ഞ് അജയ് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ ഉണ്ണിത്താൻ പെട്ടെന്ന് ചോദിച്ചു, എന്താടാ അവള് പറഞ്ഞു നിൽക്കുക. രാജേട്ട് ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ ചോദിക്കാന്ന് പറയണം. എന്താ മോനെ അവൾ എന്താ പറഞ്ഞു നിൽക്കുക, കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ റിക്കവർ ആയിട്ടുണ്ട്, വലിയ പ്രശ്നമില്ലാന്ന് പറയണം. ഇപ്പോഴും എനിക്കൊരു സമാധാനമായത്. അതെ നിങ്ങൾക്ക് പിന്നെ പോയി കാണാം, കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ട് നന്നായിട്ട് സംസാരിക്കാൻ തുടങ്ങിയാൽ പിന്നെ പോയി കാണാന്ന് പറയാം. ഈ സമയം ഉണ്ണിത്താൻ പറഞ്ഞാൽ, നീ എങ്ങോട്ടാ പോണേ, എനിക്ക് പോണെന്ന് പറയാം. നിന്നെ അങ്ങനെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, എന്റെ മോളുടെ ജീവിതം ഈ വിധമാക്കിയിട്ട് നിനക്ക് പോകാനായിട്ടാ, നല്ല കഥയായിപ്പോയി, ഇവിടെ നിൽക്കണമെന്ന് പറഞ്ഞാൽ കയ്യിലേക്ക് അവിടെ കയറി പിടിക്കുക. ഈ സമയം അജയ് ആ കയ്യും കൂടെ തട്ടിമാറ്റി, എന്നിട്ട് എന്റെ കയ്യെ പിടിക്കാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്, നിങ്ങളുടെ മോളുടെ ജീവൻ നശിപ്പിച്ച നിങ്ങളാ, പിന്നെ എന്റെ വീട്ടുകാരുടെ അവസ്ഥ എന്തായി തീർന്നിട്ട് പോലും എനിക്കറിയത്തില്ല, ഞാൻ അങ്ങോട്ട് ചെല്ലണം, എനിക്ക് അപർണയുടെ കഴുത്തി താലി അടത്തണം, ഈ മുഹൂർത്തത്തിന് കുറച്ച് സമയം മാത്രമേ ബാക്കിയുള്ളൂ, അതുകൊണ്ട് എന്റെ കയ്യെന്ന് വിടാൻ പറയണം. പക്ഷേങ്കില് ഉണ്ണിത്താൻ വിട്ടില്ല. പെട്ടെന്ന് ആ കൈയും കൂടെ തട്ടിമാറ്റി അജയ് ഇങ്ങോട്ട് പോവാണ്. അങ്ങനെ പോയി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിത്താൻ പറഞ്ഞു, അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, ഒരു കാരണവശാലും അവന്റെ വിവാഹം നടക്കില്ല അപർണയുമായിട്ടുള്ള, എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിത്താൻ ആ പുറകെ പോവാണ്. ഈ സമയം നിരഞ്ജനയുടെ അമ്മ ഉണ്ണിത്താനെ പുറയെന്ന് വിളിക്കുന്നു, രാജേട്ടാ അവിടെ നിൽക്കേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കാൻ പറയണം. പക്ഷെ അതൊന്നും കൂട്ടാക്കില്ല. അജയ് വണ്ടി എടുത്തിട്ട് പോയതും ആ പുറകെ തന്നെ ഉണ്ണിത്താനും അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ വല്ലാത്ത ടെൻഷനിലായിരുന്നു ശരണ്യ. ദൈവമേ അജയേട്ടനെ വിളിച്ചിട്ടാണ് കിട്ടണമില്ലല്ലോ, ഇനിയിപ്പോൾ എന്ത് ചെയ്യും. അജയ് ആണെങ്കിൽ അതിനേക്കാൾ ടെൻഷൻ, മുഹൂർത്തത്തിന് 10 മിനിറ്റേ ഉള്ളൂ, അതിനുള്ളിൽ തന്നെ അവിടെ എത്തണം. കാരണം തന്റെ വീട്ടുകാര് ആരുടെ മുന്നിൽ നാണം കെട്ട് തല കുണിച്ച് നിൽക്കാൻ പാടില്ല, അതും താൻ ഒറ്റയെടുത്ത കാരണം. ആ ഒരു ചിന്തയോട് കൂടിയിട്ടാണ് അജയ് നല്ല സ്പീഡിൽ തന്നെയാണ് കാർ ഓടിക്കുന്നത്. ഈ സമയത്ത് കതിർ മണ്ഡപത്തിലേക്ക് വരാനായിട്ട് അമൽ ഒരുങ്ങുമായിരുന്നു. അമല് ഡ്രസ്സൊക്കെ ഇട്ട് അങ്ങനെ കല്യാണ ചെറുക്കനായിട്ട് അങ്ങോട്ട് ഒരുങ്ങി അങ്ങോട്ട് വരുമ്പോഴത്തേനും അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ അഭി, അതെ അച്ഛൻ്റെ അമ്മയുടെയും കാല് തൊട്ട് അനുഗ്രഹം മേടിക്കാൻ പറയാണ്. അങ്ങനെ എല്ലാവരുടെയും കതിർമണ്ഡപത്തിലേക്ക് കയറുന്നതിന് മുമ്പുള്ള അനുഗ്രഹമൊക്കെ വാങ്ങുക. അമലിന്റെ മുഖം വല്ലാതിരിക്കുക. ഈ സമയത്ത് കതിർമണ്ഡപത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്ത്, ഇതെന്താ അമലാണല്ലോ, ഇതെന്ത് പറ്റി, വക്കീലുമായിട്ടുള്ള കല്യാണമാണെന്നാണല്ലോ പറഞ്ഞേ, ഇത്ര പെട്ടെന്ന് ചെറുക്കം മാറിയോ, ആർക്കൊന്നും മനസ്സിലായില്ല. ഈ സമയം അപർണ കൂട്ടുകാരികൾ പറഞ്ഞു, ഇതെന്താടി അമലിനെ കണ്ടെടുത്താൽ കാണത്തില്ലായിരുന്നില്ല അപർണയ്ക്ക്, പിന്നെ ഇതെന്ത് സംഭവിച്ചു, അജയുമായിട്ടുള്ള വിവാഹം ഉറപ്പിച്ചിരുന്നേ, ആർക്കൊന്നും മനസ്സിലായില്ല. ഇത്ര സമയത്തുള്ള എന്ത് മറിമായം നടന്നെന്ന് പറയാൻ പോലും അറിയത്തില്ല. അമലിന്റെ മുഖം കരഞ്ഞ പോലെ ഇരിക്കുന്നേ, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ ജാനകിയുടെ കാൽ തൊട്ടൊക്കെ അനുഗ്രഹം മേടിക്കുന്നുണ്ട്. ജാനകിക്കും വല്ലാത്ത വിഷമമായിരുന്നു. കാരണം മുമ്പ് വരെ അജയുടെ പെണ്ണായിട്ട് എല്ലാവരും കണ്ടിരുന്ന അപർണനെ ഇപ്പോഴാണ്ട് അത് അമലിന്റെ പെണ്ണായിരിക്കുന്നു. എത്ര പെട്ടെന്ന് തന്നെ ഓരോ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നേ, ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കുന്നു. ഈ സമയം അപർണ എങ്ങോട്ട് വന്നു. അപർണ എല്ലാം നേരെ നോക്കി കൈകൂപ്പി തൊഴുവൊക്കെ ചെയ്യുവാണ്. അപ്പൊ എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത്. ഇവിടെ എന്താ സംഭവിച്ചെന്ന് പോലും ആർക്കും മനസ്സിലായില്ല. പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ടാണ് വരൻ അങ്ങോട്ട് മാറിയത്. അജയുടെ സ്ഥാനത്ത് അമല് വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ അപർണ അങ്ങനെ വന്ന് അവിടെ ഇരിക്കുവാണ്. അമലിനേക്ക് നല്ല ദേഷ്യമായിരുന്നു. പക്ഷെ അതൊന്നും പുറമെ കാണിക്കാതെ കടിച്ചു പിടിച്ച് ദേഷ്യം ഉള്ളിലൊതുക്കി അവിടെ അമലിന്റെ അടുത്ത് തന്നെ ഇരിക്കുവാണ്. ഈ സമയത്താണ് അജയുടെ കാറ് അകത്തേക്ക് കയറി വന്നേ. പെട്ടെന്ന് ശരണി എന്നിട്ട് എത്ര നേരമായി ഞാൻ നോക്കി നിൽക്കുന്നേ, ഇതെന്താ അജയേട്ട എത്ര താമസിച്ചെന്ന് ചോദിക്കുക. അതെ
അവൾക്ക് ബോധം വീണില്ലായിരുന്നു. ഇപ്പോഴാ ബോധം വീണേ. അപകടം നില തരണം ചെയ്തില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ വരാൻ ലേറ്റ് ആയത്. ഒരു കാര്യം ചെയ്യാം, അജയേട്ടൻ പെട്ടെന്ന് വാ, ഇതേ മുഹൂർത്തം സമയമായെന്ന് പറയാം. ഇതേ അല്ല, അത് പിന്നെ ഞാൻ ഇനി കൂടുതലൊന്നും പറയണ്ട, അറിയാലോ. ശരിയെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് കയറി വരുവാണ്. അങ്ങനെ അങ്ങോട്ട് കയറി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നത്. അമല് താലിയെടുത്ത് അപർണയുടെ കഴുത്തിലേക്ക് കിട്ടുന്നത്. ഇത് കണ്ടത് ഒരു നിമിഷം അജയും ശരണ്യയും കൂടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുവാണ്. അങ്ങനെ താലി കഴുത്തെ വീണ് കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യഭാവത്തിൽ അപർണ അമലിനെ നോക്കുന്നുണ്ട്. ആ താലി എടുത്തുനിന്ന് കൈ പിടിച്ച് നോക്കി. അജയ് തന്റെ കഴുത്തിൽ താലി കെട്ടേണ്ടതാണ്, പക്ഷെ ഇത് കെട്ടിയിരിക്കുന്ന അമലും. സങ്കടം ദേഷ്യമൊക്കെ ഉള്ളിൽ ഒതുക്കാനേ പറ്റുള്ളൂ. ഇപ്പോഴൊന്നും പ്രവർത്തിക്കാൻ പറ്റത്തില്ലോ. പക്ഷെ ഇത് കണ്ടുകൊണ്ടുന്ന അജയ്ക്ക് വല്ലാത്ത വെപ്രാളമായി. അജയ് പറഞ്ഞു, ഞാനും കൂടെ ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അങ്ങ് പോകാൻ തുടങ്ങുവാണ്. പെട്ടെന്ന് ശരണ്യ കയ്യെ കയറി പിടിച്ചിട്ട് പറഞ്ഞു, വേണ്ട അജയേട്ടൻ ഇപ്പോഴും അങ്ങോട്ട് പോകണ്ടെന്ന് പറയാം. അതെന്താ ഇപ്പൊ പോയി ശരിയാകത്തില്ലെന്ന് പറയണം. ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് പിടിച്ചങ്ങ് മാറ്റിക്കൊണ്ട് പോവാണ്. അജയേട്ടനെ കണ്ട ഇപ്പൊ പ്രശ്നമാവെന്ന് പറയണം. അതെന്താ, അജയേട്ടൻ അവരെ ചതിച്ചെന്ന് അവർ വിചാരിക്കും. അജയേട്ടൻ എന്തൊക്കെ പറഞ്ഞു പറഞ്ഞാലും അവരതൊന്നും വിശ്വസിക്കാൻ കൂട്ടാക്കത്തില്ലെന്ന് പറയാം. ഇനിയിപ്പോ എന്ത് ചെയ്യും, എന്ത് ചെയ്യാനാ, വന്ന വഴി തന്നെ അജയേട്ടൻ മടങ്ങണമെന്ന് പറയാം. ഞാൻ കടേ ശരണ്യ, നീ എങ്കിലും ജാനിയടുത്തോട് ഈ കാര്യങ്ങളൊക്കെ പറയൂന്ന. എങ്ങനെ പറയാനാ, പറയാൻ പറ്റുന്ന കാര്യങ്ങളായിരുന്നു അത്. എല്ലാം പെട്ടെന്ന് സംഭവിച്ച കാര്യങ്ങളല്ലേന്ന് ചോദിക്കും. ഇതറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവരെന്താ പറയാൻ അറിയത്തില്ല. കാരണം മുറിയുടെ വാതിലിൽ വന്നിട്ട് അഭിയേട്ടൻ മുട്ടിയ കാര്യമൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ടാ പറഞ്ഞേ. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. അജയേട്ടൻ ഒരു കാര്യം ചെയ്യാം. അജയേട്ടനെ ഏറെ സ്നേഹിച്ച പെണ്ണല്ലേ നിരഞ്ജന. നിരഞ്ജനയും അജയേട്ടൻ നല്ല സ്നേഹത്തിലായിരുന്നു അറിയാം. ഒരു പെണ്ണിനെ മനസ്സിൽ വെച്ചോണ്ടല്ലേ വേറൊരു പെണ്ണിനെ താലി കെട്ടാനായിട്ട് പോയത്. ഇനിയിപ്പോൾ അതിന്റെ ആവശ്യമില്ലല്ലോ. നിരഞ്ജനെ പോയി സ്നേഹിക്കാൻ നോക്ക്. അജയേട്ടൻ എന്ന് പറഞ്ഞാൽ മരിക്കാൻ വരെ തയ്യാറായ പെണ്ണാവള്. അവൾക്ക് അത്ര ജീവൻ അജയേട്ടനെ. അതുകൊണ്ട് നിരഞ്ജനയുടെ അരിയിലേക്ക് ചെല്ല. ഇനി അവൾ ഒരു കടുകൈ ചെയ്യുന്നതിന് മുമ്പ് അജയേട്ടൻ അവിടെ വേണ്ടേന്ന് പറയാം. ഇത് കേട്ടോ അജയ് പറഞ്ഞു, ഞാൻ കൂടുതലും പറയണ്ട. ഇപ്പൊ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് അങ്ങോട്ട് കയറി മണ്ഡപത്തിലേക്ക് കയറി ചെന്ന അജയേട്ടൻ എല്ലാരും കൂടി ഇവിടെ നാണം കെടുത്തി ഇവിടുന്ന് ഓടിക്കത്തോളെന്ന് പറയാം. അങ്ങനെ അജയ് പെട്ടെന്ന് കാർ കൊടുത്ത് നിരഞ്ജനയുടെ അടുത്തേക്ക് പോവാണ്. ഈ സമയം അങ്ങോട്ട് ഉണ്ണിത്താൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അജയ് പോയി കഴിയുമ്പോഴത്തേനും ഉണ്ണിത്താനും ആ പുറകെ അങ്ങോട്ട് പോവാണ്. അങ്ങനെ കല്യാണം എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് അമല് നിൽക്കുന്നത്. കാരണം ഇവളുടെ കഴുത്തിൽ താലി ചാർത്തിരിക്കുന്നത് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ലത്. ഒരിക്കലും ഇവളുടെ കഴുത്തിൽ താലി ചാർത്തേണ്ടി വരുമെന്നുള്ള കാര്യം. കാരണം എന്നാലും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആയി പോയല്ലോ. അല്ലെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് ആകെപ്പാടെ ഒരു സമാധാനക്കേടായിരുന്നു. പക്ഷെ ഈ സമയം അപർണ എന്തിയോ, അപർണ മനസ്സിൽ ചില പ്ലാനുകളൊക്കെ നടത്തുക. ഈ അപർണയുടെ കളി, ഈ അപർണ ആരാന്ന് ഇനി എല്ലാവരും അറിയാൻ പോകുന്നുള്ളൂ. ഇത്രയും കാലം ഞാൻ മനസ്സിൽ കരുതി കൂടി വെച്ചിരുന്ന ആ മോഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഒരു നിമിഷം കൊണ്ട് നശിച്ചു പോയത്. പക്ഷെ ഇനി ഞാൻ ആരെയും വെറുതെ വിടാൻ പോകുന്നില്ല. എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്ന് പറയാം. പിന്നീട് അജയ് നേരെ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ്. ഹോസ്പിറ്റലിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും നിരഞ്ജനയ്ക്ക് പതുക്കെ ബോധമൊക്കെ വീണിട്ടുണ്ടായിരുന്നു. നിരഞ്ജന ബോധം ഒന്ന് സംസാരിച്ചായിരുന്നു അജയുടെ ആദ്യം തന്നെ. പിന്നീട് അത്യാവശ്യം സംസാരിക്കുന്നതായി വേറെ കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞു. പെട്ടെന്ന് അജയും കൂടെ കയറി ചെല്ലുവാണ്. അജയ്ക്ക് മനസ്സിലായി ഇനി ഇപ്പൊ തന്റെ ജീവിതം താനായിട്ട് വേണം മുന്നോട്ട് നയിക്കാനായിട്ട്. അതിനകത്ത് ഇപ്പൊ ആരും ഒന്നും കാണിച്ചിട്ട് കാര്യമില്ല. അമലാണെങ്കിലോ അവളുടെ കഴുത്തിൽ താലി നടത്തി. പക്ഷെ അതൊരിക്കലും അജയ് ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അമലിന് ഒരു പക്ഷേ അപർണയ്ക്ക് അന്ന് തൊട്ട് പണ്ട് തൊട്ട് കണ്ണെടുത്താൽ കാണത്തില്ല. അത് മാത്രമല്ല, അപർണ എന്ന് പറയുന്നിട്ടുണ്ടെങ്കിൽ സാധാരണ ഒരു പെൺകുട്ടിയല്ല അവൾ. പക്ഷെ അവളുടെ വൈരാഗ്യം മൊത്തം അവൾ അമലിനോട് തീർക്കും. അത് താൻ കാണേണ്ടി വരും. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ അജയുടെ ഉള്ള സ്വസ്ഥത സമാധാനം കൂടെ നഷ്ടപ്പെടുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നിർത്തുന്നു. നന്ദി.